സിന്ധു നദീജല വ്യവസ്ഥയിലെ ഇന്ത്യയുടെ നീക്കങ്ങൾ പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ബോധ്യപ്പെട്ടാൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുന്നറിയിപ്പ് നൽകി. നിലവിൽ നിർത്തിവച്ചിരിക്കുന്ന സിന്ധു നദീജല കരാറിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് പാക് മന്ത്രിയുടെ പ്രസ്താവന. 2028 ജൂണോടെ പാകിസ്ഥാനിലേക്കുള്ള സിന്ധു നദിയുടെ ഒഴുക്ക് പൂർണ്ണമായും തടയാനാകുമെന്ന് ഇന്ത്യയുടെ ജലശക്തി മന്ത്രി CR പാട്ടീൽ സൂചിപ്പിക്കുന്ന വീഡിയോ ക്ലിപ്പ് പുറത്തുവന്നതിന് പിന്നാലെയാണ് ഖ്വാജ ആസിഫിന്റെ പ്രതികരണം. ഇന്ത്യ ജലലഭ്യത തടസ്സപ്പെടുത്തിയാൽ യുദ്ധം ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ജലം ഞങ്ങളുടെ ദേശീയ സുരക്ഷയുടെ ഭാഗമാണ്. ഭീഷണി നേരിടുന്നുവെന്ന് തോന്നുന്ന നിമിഷം ഇന്ത്യക്കെതിരെ യുദ്ധം ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജലം പങ്കിടുന്ന വ്യവസ്ഥകളിൽ മാറ്റം വരുത്താനോ നിയന്ത്രിക്കാനോ ഇന്ത്യ നീങ്ങുന്നുവെന്ന് സൂചന ലഭിച്ചാൽ ഉടൻ നടപടിയെടുക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. 2025 ഏപ്രിലിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ 1960-ലെ സിന്ധു നദീജല കരാർ നിർത്തിവച്ചത്. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ പിന്തുണയുള്ള ഭീകരരാണെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. 26 പേർ കൊല്ലപ്പെട്ട ഈ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പാകിസ്ഥാൻ തടയിടുന്നതുവരെ സിന്ധു നദീജല കരാർ നിർത്തിവെക്കുകയാണെന്ന് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സിന്ധു നദീജല കരാർ അനുസരിച്ച് നദീതടത്തിലെ ഏകദേശം 80% ജലവും പാകിസ്ഥാനാണ് ലഭിക്കുന്നത്.